പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാവുകയാണോ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്? ദേശീയ രാഷ്ട്രീയത്തിലെ വിദഗ്ധർ, തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർ അങ്ങനെ പറയാൻ നിരവധി അനവധി കാരണങ്ങളുണ്ട്. നമുക്കറിയാം, മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയൊക്കെ വലിയ വിജയം BJP നേടി. ഒരുപക്ഷേ രാഷ്ട്രീയ പ്രവചനങ്ങളെപ്പോലും സർവേ ഫലങ്ങളെപ്പോലും പിന്തള്ളുന്ന വിധത്തിലുള്ള വിജയം BJP NDA സർക്കാർ, BJP അല്ലെങ്കിൽ NDA ഒരു നേതൃത്വത്തിൽ നേടിയത് നമ്മൾ കണ്ടു. ഇനിയും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്നു, ബംഗാൾ നടക്കാതിരിക്കുന്നു, UPയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്നു. അതിനൊക്കെ വളരെ കുറച്ച് കാലയളവേ ഉള്ളൂ. പക്ഷേ അപ്പോഴും അതിനൊന്നുമില്ലാത്ത വിധത്തിലുള്ള പ്രാധാന്യം ബീഹാർ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. കേവലം 40 ലോക്സഭാ സീറ്റുകളെ ബീഹാറിലുള്ളൂ എങ്കിൽ പോലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മോദിക്ക് അഗ്നിപരീക്ഷയാവുകയാണ്. കേന്ദ്രത്തിലെ NDA സർക്കാരിന്, കേന്ദ്രത്തിലെ BJP നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ചങ്കിടി പേറുകയാണ്. കാരണം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷേ NDA സർക്കാരിൻ്റെ നിലനിൽപ്പിന് പോലും ചോദ്യചിഹ്നമാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ സർവേകളുടെ ഫലങ്ങളെപ്പോലും കാറ്റിൽ പറത്തി BJP നേടിയ സീറ്റുകളുടെ എണ്ണം വളരെ കുറഞ്ഞു എന്നുള്ളത്. 240 സീറ്റുകളിലേക്ക് BJP ഒതുങ്ങുമ്പോൾ മോദി ആദ്യമായി ഒരു സഖ്യകക്ഷി സർക്കാരിനെ നയിക്കേണ്ട പശ്ചാത്തലം വന്നു. കാരണം പ്രധാനപ്പെട്ട ഘടകകക്ഷികളെ പിണക്കാതെ അവരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോയി ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP എത്തിച്ചേർന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങി. പക്ഷെ അത് ഇത്രയും നാൾ വളരെ കാര്യക്ഷമമായി നരേന്ദ്രമോദി നിർവഹിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ചോദ്യവും മോദിക്കെതിരെ ഉയർന്നില്ല. താൻ ആഗ്രഹിച്ച രീതിയിൽ പദ്ധതികൾ, പരിപാടികൾ വളരെ ആസൂത്രിതമായി, സമയബന്ധിതമായി മോദി മുന്നോട്ട് കൊണ്ടുപോയി. അതിന് ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഒപ്പം നിതീഷ് കുമാറിൻ്റെയും സർവാത്മന പിന്തുണ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. ഒരു കല്ലുകടി പോലും പ്രതിപക്ഷമൊക്കെ ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ആശിച്ചിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത് കുറച്ചു നാളിനകം ഈ സർക്കാർ വീഴും എന്നും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ മുന്നണിയിൽ നിന്ന് പുറത്തു വരും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. വളരെ കൃത്യമായി തന്നെ മോദിയോട് ചേർന്ന് നിന്ന് മോദി ബീഹാറിനെയും ആന്ധ്രയെയും കാര്യമായി പരിഗണിച്ചു കേട്ടോ. അതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ മോദിയോട് ചേർന്ന് നിന്ന് ഇത്രയും നാൾ, നരേന്ദ്രമോദിയോട് ചേർന്ന് നിന്ന് ഇത്രയും നാൾ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും മുന്നോട്ട് പോയി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ BJP സർക്കാരിനെ ആശങ്കയിലേറ്റുന്ന പല ഘടകങ്ങളുള്ളത്. അതിലൊന്നും നമുക്കറിയാം, നിതീഷ് കുമാറിൻ്റെ 12 സീറ്റ് കേന്ദ്രമന്ത്രിസഭയെ താങ്ങി നിർത്തുന്നതിൽ നിർണായകമാണ്. ചിരാഗ് പാസ്വാന്റെ LJP, ഇവർ രണ്ടുപേരുടെയും ചരിത്രം നമുക്കറിയാം. ചിരാഗ് പാസ്വാന്റെ പിതാവ് രാംവിലാസ് പാസ്വാൻ ഏതാണ്ട് എല്ലാ പാർട്ടികൾക്കൊപ്പവും എല്ലാ മുന്നണികൾക്കൊപ്പവും ചേർന്ന് നിന്ന് മന്ത്രിയായ ആളാണ്. അതുപോലെ തന്നെയാണ് നിതീഷ് കുമാറും. നിതീഷ് കുമാറിന് മുന്നണി മാറാനോ പാർട്ടിയുമായുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനോ ഒന്നും യാതൊരു മടിയുമില്ല. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസുമായി കൂട്ടുകൂടിയിട്ടുണ്ട്, ലാലുവുമായി കൂട്ടുകൂടിയിട്ടുണ്ട്, BJPയുമായി ഇപ്പോൾ ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ, 5 MPമാരുള്ള ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും നിതീഷ് കുമാറിൻ്റെ JDUവും 12 MPമാരുടെ JDUവും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് കേന്ദ്ര സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ. ബീഹാറിനൊരു പരാജയം സംഭവിച്ചാൽ അതെന്തായിരിക്കും കേന്ദ്ര സർക്കാരിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ? ചാടിക്കളിക്കാൻ ശേഷിയുള്ള ഈ ആളുകൾ ഒരുപക്ഷേ NDA മുന്നണി തന്നെ വിട്ട് പുറത്തു വന്നാൽ അത്ഭുതപ്പെടാനില്ല. നിതീഷ് കുമാറുമായി മോദി ഇപ്പോൾ വളരെ അടുത്ത ബന്ധമാണ്. ഒരു കാലത്ത് ചിരവൈരികളായിരുന്ന മോദിയെ അധികാരത്തിൽ താഴെ ഇറക്കാനായി ഇന്ത്യ സഖ്യം രൂപീകരിച്ച നിതീഷിനെ വളരെ ടാക്ട്ഫുള്ളായി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന്, അടർത്തിയെടുത്ത് കൊണ്ടുവന്ന് NDAയുടെ ഭാഗമാക്കാനുള്ള കരവിരുത്, രാഷ്ട്രീയ മെയ്വഴക്കം നരേന്ദ്രമോദി കാട്ടിയതൊക്കെ അത്ഭുതത്തോടെയാണ് എതിരാളികൾ പോലും കണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDAയുടെ അല്ലെങ്കിൽ BJPയുടെ ഭരണ തുടർച്ചയ്ക്ക് ഏറെ നിർണായകമായ ഒന്നായി മാറുകയും ചെയ്തതും പ്രധാനമാണ്. അതിനുശേഷം ഇപ്പോൾ ബീഹാറിൽ സംഭവിക്കുന്നത് വലിയ പ്രചരണം ബീഹാറിൽ നടക്കുന്നു. BJPയും JDUവും ഒരേപോലെയുള്ള സീറ്റെണ്ണത്തിൽ മത്സരിക്കുന്ന പശ്ചാത്തലമൊരുക്കുന്നതിൽ നരേന്ദ്രമോദിയും അമിത്ഷായും വിജയിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും നിതീഷ് കുമാറിന് അർഹിക്കുന്ന പ്രാധാന്യം നൽകാൻ BJP തയ്യാറായി എന്നുള്ളതും പ്രധാനമാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സർവേകളൊക്കെ പ്രചരിക്കുന്നത്, ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സർവേ ഫലം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ പറയുന്നത് വളരെ
നിർണായകമായ വിജയം NDA സഖ്യം ബീഹാറിൽ നേടും എന്ന് തന്നെയാണ്. അതായത് 140 മുതൽ 160 വരെ സീറ്റുകൾ NDA സഖ്യത്തിന് നേടിയേക്കാം എന്ന് മെട്രിക് സർവേയുടെ ഫലം പ്രവചിക്കുന്നുണ്ട്. അവിടെയും മോദി തന്നെയാണ് താരം. നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിൽ 54% ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രാധാന്യം ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല. ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെയും ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല എങ്കിൽ പോലും നമുക്കറിയാം കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നത് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയായിരുന്നു. അവിടെ ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ വലിയ തോതിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. ചെറുപ്പക്കാർക്കിടയിൽ തേജസ്വി വലിയ താരമാണ്. തേജസ്വിക്ക് വലിയ സ്വീകാര്യതയുണ്ട്. തേജസ്വിയും കോൺഗ്രസും ഒന്നിച്ചാൽ വലിയ കല്ലുകടിയൊന്നുമില്ലാതെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനം പൂർത്തിയാക്കിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യമായി മുന്നോട്ട് കൊണ്ടുപോയി ഒരു വിജയത്തിലേക്ക് ഒരുപക്ഷെ ഇന്ത്യ സഖ്യം എത്തിച്ചേർന്നാൽ നിതീഷിൻ്റെ മനമിളകും. ബീഹാർ രാഷ്ട്രീയത്തിൽ താൻ അപ്രസക്തനാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു വാഗ്ദാനം നിതീഷിന് കിടപ്പുണ്ട്. മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രി സ്ഥാനം വരെ വാഗ്ദാനം ചെയ്ത് അപ്പുറത്തെ ഇന്ത്യ സഖ്യം നിലനിൽക്കുകയാണ്. പക്ഷേ എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതല്ല. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ NDA സഖ്യത്തിന് വലിയ പരാജയം സംഭവിച്ചാൽ എന്തു രാഷ്ട്രീയ മാറ്റം വേണമെങ്കിലും ഉണ്ടാകാം. ഒരുപക്ഷെ BJP അല്ലെങ്കിൽ ആ തരത്തിൽ നിതീഷ് കുമാറിനെ കരുതേണ്ടി വരും. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നിതീഷ് കുമാറിനെ കൊണ്ടുപോകേണ്ട പശ്ചാത്തലമൊക്കെ ഉണ്ടാകും. സഖ്യം തകരുമോ ഇല്ലയോ എന്ന് മറ്റൊരു കാര്യമാണ്. അപ്പോഴും ചിരാഗ് പാസ്വാനും നിതീഷ് കുമാറും ഏതാളുകളുമായും സഹകരിക്കാനും യാതൊരു മടിയുമില്ലാത്തവരാണ് എന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേന്ദ്രത്തിലെ BJP നേതാക്കളുടെ ചങ്കിടിപ്പ് കൂട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം 2001 മുതൽ തുടർച്ചയായി 25 വർഷങ്ങളിൽ നരേന്ദ്രമോദി അധികാരത്തിലുണ്ട്. അത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഉള്ള വർഷങ്ങളിലും പല ടേമുകളിലും അതിനുശേഷം പ്രധാനമന്ത്രിയായുള്ള 3 ടേമുകളിലുമൊക്കെ മോദിക്ക് അധികാരത്തിലുള്ളപ്പോഴൊക്കെ ഈ ഭീഷണി ഉണ്ടായിരുന്നില്ല. കൃത്യമായ ഭൂരിപക്ഷത്തോടെ ബീഹാറിൽ മോദി പ്രധാനമന്ത്രിയായപ്പോഴൊക്കെ ഓരോ തെരഞ്ഞെടുപ്പുകളിലും സീറ്റെണ്ണത്തിൽ ഒന്നോ രണ്ടോ കുറവോ കൂടുതലോ ഒക്കെ സംഭവിച്ചാൽ പോലും അവിടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോഴും ഈ ഏറ്റവും ഒടുവിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒഴിച്ച് മറ്റ് 2014 2019 വളരെ കൃത്യമായ മെജോറിറ്റി BJPക്ക് കേന്ദ്രത്തിലുണ്ടായിരുന്നു എന്നതുകൂടി കാത്തിരുന്ന് കാണണം. ഇപ്പോഴത്തെ പ്രശ്നം ആ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഭൂരിപക്ഷം മോദിക്കും BJPക്കും ഇല്ല എന്നുള്ളതാണ്. അവിടെയാണ് ചങ്കിടിപ്പേറ്റുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നത്. പക്ഷെ അപ്പോഴും ബീഹാർ തങ്ങളെ കൈവിടില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സീറ്റ് വിഭജനമടക്കം വളരെ കരവിരുതോടെ മോദി പൂർത്തിയാക്കിയത്. അതാണ് ഇത്തവണ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് നൽകാനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്. പക്ഷെ അപ്പോഴും മോദി പ്രഭാവം തന്നെയാണ് ബീഹാറിൽ തുരുപ്പുചീട്ട് NDAയുടെ എന്നോർക്കണം. സർവേ ഫലമനുസരിച്ച് 54% ആളുകളും മോദിയുടെ പ്രഭാവത്തെ അംഗീകരിക്കുന്നു. മോദി തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ മോദിയുടെ തോളിലേറി ഇത്തവണയും ബീഹാർ NDA സഖ്യം പിടിക്കുമോ എന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.